പ്രശാന്ത് ഏട്ടാ, മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ 50 ദിവസത്തിലധികമായി സമരത്തിലാണ്. പക്ഷേ അവരെ സർക്കാരോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ്. അവർ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നെങ്കിലും പക്ഷെ അത് നടപ്പിലാകുന്ന ഒരു രീതി ഇപ്പോൾ ആ, അടിസ്ഥാന നിലവിലെ ഈ ഇടക്കാലത്തൊന്നും കാണുന്നില്ല. എന്താണ് ആ ജനങ്ങളുടെ അവസ്ഥ എന്താണ് നിലവിൽ? ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും കൈവിട്ട ഒരവസ്ഥയിലേക്കാണ് മുനമ്പത്തെ നമ്മൾ കാണുന്നത്. ഇപ്പൊ മുനമ്പത്തെ വിഷയം പറയുന്ന പോലെ കേരള രാഷ്ട്രീയത്തില് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ഏറ്റെടുത്ത് അതിനകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലേക്ക് ഒരു കണ്ണിൽ പൊടിയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് ഉറക്കെ ഉറക്കെ ഇത് മുനമ്പമല്ല എന്ന് പറയുമ്പോൾ അത് മുനമ്പത്തിന്റെ വസ്തുവാവുകയും അവർ നോട്ടീസ് കൊടുത്തിട്ട് അതിന്റെ പുറകിൽ നിൽക്കുകയും അവരല്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യുമ്പോഴും കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും മുനമ്പം ഇതുപോലെ വസ്തുവിന് നോട്ടീസ് കൊടുത്ത് അവരുടെ ആ ആ, മുനം വക്കഫിന്റെ പരിപാടിയായിട്ട് വക്കഫ് മുന്നോട്ട് പോകണം. അപ്പം ഈ പറഞ്ഞതുപോലെ അത് വക്കഫ് ഭൂമിയല്ല, അല്ലെങ്കിൽ അതിനകത്ത് ആണോ ഇല്ലയോ എന്നുള്ളത് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അതിന് തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന്റെ അല്ലെങ്കിൽ തീരുമാനത്തിനനുസരിച്ച് അതിനകത്ത് മാറ്റം വരുത്താനൊക്കെ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ അത് ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനത്തിൽ അത് മുനമ്പത്തിലെ വസ്തു വക്കഫിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് മാത്രം തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ തീരുമാനിച്ചാൽ അല്ലെന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും വക്കഫ് വീണ്ടും അത് അവരുടെ വസ്തുവാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ നിയമം. അപ്പൊ ഈ നിയമത്തിനകത്ത് ഒരു വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടി സാധിക്കണം. അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് ഈ പറഞ്ഞ ഭേദഗതി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് മുൻകാല പ്രാബല്യം കൊടുക്കണം. അപ്പം അതിനകത്ത് ഈ വിഷയത്തിനകത്ത് കേരളത്തിൽ പള്ളിയിലച്ചന്മാരും സഭകളും പോലും രാഷ്ട്രീയം കളിക്കുന്നു എന്ന് തോന്നത്തക്ക രീതിയിലേക്ക് ചില ഇടപെടലുകൾ നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ സംശയം ഉണർത്തുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഇത് ഏതാണ്ട് ഈ പറയുന്നത് പോലെ ലാറ്റിൻ കാത്തോലിക്സിന്റെ ഒരു വിഷയമാണ്. അപ്പൊ ലാറ്റിൻ കാത്തോലിക്സിന്റെ വിഷയത്തിനകത്ത് ഇപ്പൊ തിരുവനന്തപുരത്ത് വൈക്കം വിഴിഞ്ഞ സമരമായിട്ട് ബന്ധപ്പെട്ട് നിന്നില്ല, വൈക്കമല്ല വിഴിഞ്ഞ സമരമായിട്ട് ബന്ധപ്പെട്ട് നിന്നവർ അവരതിനകത്ത് ഒരു നല്ല നിലപാടും അല്ലെങ്കിൽ ഒരു ആർജവും കാണിക്കുന്ന രീതിയിലേക്ക് നമുക്ക് തോന്നുന്നില്ല. സമരത്തിനകത്ത് ഒരു പിന്തുണ കൊടുത്തില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ബാക്കിയുള്ള സഭകളൊക്കെ കാര്യം പറഞ്ഞു പോകുന്നതല്ലാതെ അതിനകത്തൊരു ഇടപെടലും ഒരു പ്രഷറും ഒക്കെ വളരെ കൃത്യമായിട്ട് ചെലുത്തുവാൻ ഒരു പക്ഷേ സാധിച്ചാൽ ഈ രണ്ട് ഭാഗത്തു നിന്നും ആൾക്കാർക്ക് അതിനകത്ത് ഇടപെട്ടേ മതിയാവത്തുള്ളൂ. പിണറായി വിജയനും ഇടപെടേണ്ടി വരും, പ്രതിപക്ഷ നേതാവിനും ഇടപെടേണ്ടി വരും. അവർ സമ്മർദ്ദ തന്ത്രവുമായി നിന്നാൽ, ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ ഉടനീളം ഒരു സമ്മർദ്ദ തന്ത്രവുമായിട്ട് നിന്നാൽ, അതിനകത്ത് ക്രിസ്ത്യാനി മാത്രം ബാധിക്കുന്ന വിഷയമല്ലത്. കാരണം ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒക്കെ ബാധിക്കുന്ന വിഷയം. പക്ഷെ ഇപ്പം ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയം മുൻപം വിഷയമായിട്ട് മാറിയതുകൊണ്ടാണ് നമ്മളിനകത്ത് ഈ ക്രിസ്ത്യാനികളുടെ ഇത് ചർച്ചയാവുന്നത്. പക്ഷെ അതിനകത്ത് എല്ലാ ഈ പറയുന്ന അരമനകളും അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ ഈ രൂപകഥകൾ, ആ രൂപകഥകളൊന്നും ഇതിനകത്ത് വേണ്ട രീതിയിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതിനകത്ത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകുന്നതിനും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ഭാഗമാകുന്നതിനും ചില രൂപകഥകളുടെ തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ മാറിത്തീരുന്നോ എന്ന് നമുക്ക് ചില ഘട്ടങ്ങളിലും സംശയം തോന്നിയിട്ട്. ഏതായാലും ഇന്ന് സ്വാമി ചിദാനന്ദപുരി സന്യാസിമാർ അവിടെ മുനമ്പം സന്ദർശിച്ച് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ആ സമരത്തിനകത്ത് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലം നാളെ കാലത്ത് അവരുടേതാണോ അല്ലയോ എന്നുള്ള രീതിയിലൊക്കെ ഒരു വ്യക്തത ഇല്ലാതെ 4-5 കൊല്ലം കൊണ്ട് അതിൻ്റെ പുറകെ കേസും വഴക്കും പ്രശ്നവുമായിട്ട് നടക്കുന്ന മത്സ്യത്തൊഴിലാളികളെയും അല്ലെങ്കിൽ ലാറ്റിൻ കാത്തോലിക്സിൻ ക്രിസ്ത്യാനികളെയും ആ കുടുംബക്കാരെയും ഒക്കെ കണ്ട് അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള സന്യാസിമാർ അവിടെ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമരത്തിനകത്ത് ഈ നമ്മുടെ കേരളത്തിലുടനീളമുള്ള ഇന്ത്യയിലുടനീളമുള്ള മനുഷ്യസ്നേഹികളായിട്ട് ഉള്ള ആൾക്കാർ മാനസികമായിട്ട് ഇടപെടുന്നതും അല്ലെങ്കിൽ മാനസിക പിന്തുണ കൊടുക്കുന്നതിൻ്റെ അത്രയും പോലും രാഷ്ട്രീയക്കാർ അതിനകത്ത് ഇടപെടുന്ന ഒരു അവസ്ഥയില്ല. കാരണം പ്രതിപക്ഷ നേതാവിന് ഇതിനകത്ത് ഇത് മുനമ്പത്തിന്റെ വസ്തു അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പലവട്ടം ടോക്കിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ആ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ ഭാഗമായിട്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ തങ്ങൾ കുടുംബത്തിലെ ആൾ അല്ലെങ്കിൽ UDF-ന്റെ സമയത്താണ് ഈ പറയുന്ന മുനമ്പത്ത് എനിക്ക് ഈ വക്കഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ്
വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ 5 കൊല്ലം കേസും പ്രശ്നവുമായിട്ട് കോടതി കയറി ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇവരെയൊക്കെ സമീപിക്കുമ്പോഴും ഒന്നും ഇവർക്കിത് മുൻപ് വഖഫ് ഭൂമിയല്ലെന്ന് പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് വഖഫ് ഭൂമി അല്ലെങ്കിൽ അതിനകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഉള്ള വഖഫ് ബോർഡിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നതിനൊന്നും സാധിച്ചില്ലല്ലോ. അപ്പൊ ഏറ്റവും അവസാനം ഇത് രാഷ്ട്രീയ പ്രശ്നമായി വന്നു. അതായത് സുരേഷ് ഗോപി ഇടപെട്ടു, BJP ഇടപെടുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ BJP ഇതിനകത്ത് അവരുടെ ഭാഗമല്ലാത്ത, അവർക്ക് ഇതുവരെ എതിരായിട്ട് നിന്ന, പ്രത്യേകിച്ച് ലാത്തിൻ കാത്തോലിക്സ് ഉൾപ്പെടെയുള്ളവർ BJPക്ക് ശക്തമായി എതിരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത് നമ്മൾ കാണുന്നത്. അതോടൊപ്പം ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ആരോപിക്കുന്നത് RSS നേതൃത്വത്തിലുള്ള ചില സംഘടനകൾ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും തമ്മിലടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് അവരുടെ. അതെ, അപ്പൊ അത്തരത്തിലുള്ള ആരോപണം, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ആരോപണം BJP ഇടപെട്ടപ്പം വരും. മാത്രമല്ല, സ്ഥിരമായിട്ട് ഈ ലാത്തിൻ കാത്തോലിക്സ് എന്ന് പറയുന്ന ആൾക്കാർ യാതൊരു കാരണവശാലും BJPക്ക് വോട്ട് ചെയ്യുന്നവരല്ല. ബാക്കിയുള്ള ആൾക്കാരുടെ അത്രയും പോലും BJPയുടെ കാര്യങ്ങൾ കേൾക്കാനോ ശ്രദ്ധിക്കാനോ താല്പര്യമുള്ളവരല്ല. അപ്പൊ അവരുടെ ഒരു വിഷയം വന്നപ്പോൾ ഇതുവരെ സഹായിച്ചിട്ടില്ല എന്ന് ബോധ്യമുണ്ടായിട്ട് പോലും BJP അവരെ സഹായിക്കാൻ തയ്യാറാവുന്ന ഒരവസ്ഥ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ വോട്ട് സ്ഥിരമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പറഞ്ഞതുപോലെ അതിന് മത്സരിക്കുന്ന UDF LDF. UDFനാണ് വളരെ കാലം ഇത് അല്ലെങ്കിൽ കൂടുതൽ സമയം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, UDFനെ സഹായിക്കുന്ന ഒരു സമുദായമായിട്ട് ക്രിസ്ത്യൻ സമുദായം, അതിൽ ഏറ്റവും കൂടുതൽ ലാറ്റിൻ സമുദായമൊക്കെ മാറും. നമുക്ക് തിരുവനന്തപുരത്ത് BJPക്ക് വളരെ ശക്തമായ സ്വാധീനം എല്ലാ മണ്ഡലത്തിലും ഉള്ളപ്പോൾ 2 മണ്ഡലത്തിലെ ഈ പറയുന്ന ലാറ്റിൻ കാത്തോലിക്സിന്റെ വോട്ട് കൊണ്ട് മാത്രമാണ് ശശി തരൂർ ജയിക്കുന്നത്. ഈ ഏറ്റവും അവസാനം ശശി തരൂരിന്റെ 10,000 വോട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ലാറ്റിൻ കാത്തോലിക്സിന്റെ വോട്ടാ, അല്ലെങ്കിൽ ഈ തീരദേശ പ്രദേശത്തിന്റെ വോട്ടാ. ഇത് ആലപ്പുഴ ഉൾപ്പെടെ അല്ലെങ്കിൽ എറണാകുളം ഉൾപ്പെടെയുള്ള തീരദേശ വോട്ടുകളുണ്ട്. ഇത് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് UDFനെയാണ്. അപ്പൊ ആ UDFനെ സഹായിക്കുമ്പോൾ തന്നെ അവർക്ക് ആ സഹായം കിട്ടുമെന്ന് ബോധ്യമുണ്ടായിട്ട് പോലും മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലും നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി മാറിയത് കൊണ്ട് അവർക്ക് മറച്ചു പറയാൻ പറ്റുന്നില്ല. ശശി തരൂർ ഈ സമരത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? അല്ല, അതെ, ശശി തരൂർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പുള്ളി കുരങ്ങൻ കയറി വയറ്റത്തിരുന്ന വിഷയം നാട്ടുകാരെ മൊത്തം അറിയിച്ചു. പക്ഷെ മുൻപത്തെ ഒരു വിഷയമോ അദ്ദേഹത്തെ സഹായിച്ച ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയമോ ഒന്നും അദ്ദേഹം അറിഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഭാവിച്ചതായിട്ടോ ശ്രമിക്കുന്നില്ല. അത് നമ്മൾക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞത് കൊണ്ട് പറയാ, ശശി തരൂർ എന്ന് പറഞ്ഞ MP ഇപ്പം 15 കൊല്ലം കഴിഞ്ഞ് അടുത്ത 5 കൊല്ലത്തേക്കാണ് അദ്ദേഹം MP ആയിട്ടുണ്ട്. ഈ 15 കൊല്ലവും അദ്ദേഹം 15 വട്ടം പോലും തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തിരുവനന്തപുരം നിവാസികൾക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന് വേണ്ട രീതിയിലുള്ള ഒരു വികസനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഇടപെടിയിൽ കൊണ്ട് ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാരണം പുള്ളി ഇങ്ങനെ വന്നിട്ടില്ല, കെട്ടുകുതിരെ എഴുന്നള്ളിക്കുന്ന പോലെ അവിടെ ഇവിടെ ഇലക്ഷൻ സമയത്ത് വരികയും കുറെ ഇംഗ്ലീഷ് സംസാരിക്കുകയും അല്ലെങ്കിലും പാർലമെന്റിൽ പോയി പ്രത്യേകിച്ച് സ്ത്രീ MP-മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും കുരങ്ങ് പള്ളക്ക് കയറിയിരിക്കുന്ന ഫോട്ടോ എടുക്കുകയോ ലൈമിലിറ്റി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാലും അയാളെ മാത്രം ജയിപ്പിച്ചു വിടുന്ന രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ തിമിരം ബാധിച്ച ആൾക്കാരാണ് ഈ പറയുന്ന തീരദേശ പ്രദേശത്തുള്ളവർ. ഇദ്ദേഹത്തിന്റെ വിജയത്തിന് ശേഷം ചില ട്രോളുകൾ വന്നിട്ടുണ്ട് തമാശ രൂപേണ. ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞ് അതെ, പുള്ളി കുഴപ്പമില്ല, അടുത്ത 5 വർഷം കഴിഞ്ഞ് കണ്ടാലും ഇവിടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായില്ലേലും ഇയാൾക്ക് അല്ലെങ്കിൽ ശശി തരൂരിന് വോട്ട് ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജനിച്ചവരാണെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഞങ്ങൾ കടലിൽ പൊക്കോളാം, മത്സ്യം പിടിച്ചോളാം, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിച്ചോളാം, വെള്ളം കയറുമ്പോൾ ഞങ്ങളുടെ അല്ലെങ്കിൽ വീടുകൾ പോയാലും ഞങ്ങളുടെ വായിൽ വെള്ളം വീണാലും കുഴപ്പമില്ല, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ശശി തരൂരിനെ വോട്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിയിലച്ചൻ പറഞ്ഞിട്ടുണ്ട് ശശി തരൂർ, ആ രീതിയിൽ വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഈ ശശി തരൂരോട് ജയിക്കുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞത് മുനമ്പം നിവാസികളുടെ വിഷയമായിട്ട് മാത്രം മാറുകയാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞുകൂടായെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ വിഷയമായതുകൊണ്ട് ബാക്കിയുള്ള ഈ ക്രിസ്ത്യാനികൾ പോലും അത് ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അത് സംശയമല്ല, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ വിഷയം കേരളത്തിലുടനീളമുള്ള ഈ വിഷയം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് പരിഹരിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും തുനിഞ്ഞിറങ്ങുന്ന ഒരവസ്ഥയുണ്ടാകും. ഏതായാലും മുനമ്പം നിവാസികൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതേ രീതിയാണ് വീണ്ടും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ഏതായാലും സ്വാമിമാരുടെ പിന്തുണ ഇന്ന് മുനമ്പം നിവാസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി എത്ര കണ്ട് ഏത് രീതിയിലും ഒക്കെ അതിന് വഴിത്തിരിവുണ്ടാക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. ഏതായാലും മുനമ്പം വിഷയം പരിഹരിക്കുന്നതിന് കേന്ദ്ര നിയമവും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഒരുപക്ഷെ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇത്ര പെട്ടെന്ന് അങ്ങ് പാസ്സാക്കി പോയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് കണ്ടായിരിക്കും ഈ ലോക്സഭ സമ്മേളനത്തിലും മുനമ്പം വിഷയം പാസ്സാക്കുന്ന ഒരവസ്ഥയിലേക്കല്ല കേന്ദ്ര
ഗവൺമെൻറ് നീങ്ങുന്നത്. ബാക്കിയുള്ള ബില്ലുകൾ പാസ്സാക്കി മുനമ്പം വിഷയം അടുത്ത അല്ലെങ്കിൽ ലോക്സഭാ സമ്മേളനത്തിൽ പാസ്സാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മുനമ്പം നിവാസികളുടെ വസ്തു പഴയപടി തന്നെ കിടക്കുകയാണ്, വഴിയാധാരമായിരിക്കുകയാണ്.